ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനിൽ 17,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ രാജ്യത്തിന് സമർപ്പിക്കും. ഹരിയാനയിൽ 9,750 കോടിയുടെ പദ്ധതികളും ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ അടിസ്ഥാന ആരോഗ്യ സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് 7 എയിംസുകൾ വരും ദിവസങ്ങളിൽ കേന്ദ്രം രാജ്യത്തിന് സമർപ്പിക്കും. കർഷക സംഘടനകളുമായി നടന്ന ചർച്ചയിൽ പുരോഗതിയുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. അടുത്ത വട്ടം ചർച്ച ഞായറാഴ്ച. കടമെടുപ്പ് പരിധി സംബന്ധിച്ച് ധനമന്ത്രാലയവുമായി നടന്ന ചർച്ചയിൽ പ്രതീക്ഷിച്ച ഫലം ഉണ്ടായില്ലെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. രാജ്കോട്ട് ടെസ്റ്റിൽ രണ്ടാം ദിനം 5 വിക്കറ്റിന് 326 റൺസ് എന്ന നിലയിൽ ഇന്ത്യ ഇന്ന് ബാറ്റിംഗ് പുനരാരംഭിക്കും. വാർത്തകൾ വിശദമായി. UAE ഖത്തർ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ മടങ്ങിയെത്തി. UAEയിൽ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ലോക ഗവൺമെന്റ് ഉച്ചകോടിയിൽ പങ്കെടുത്ത ശ്രീ മോദി അബുദാബിയിൽ ആദ്യ ശിലാനിർമ്മിത ഹിന്ദു ക്ഷേത്രവും ഉദ്ഘാടനം ചെയ്തു. ജബൽ അലിയിൽ ഭാരത് മാർട്ടിനും തറക്കല്ലിട്ടു. ഖത്തറിൽ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുമായി ചർച്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വികസിത് ഭാരത് വികസിത് രാജസ്ഥാൻ പരിപാടിയെ വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെ അഭിസംബോധന ചെയ്യും. 17,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾ അദ്ദേഹം രാജ്യത്തിന് സമർപ്പിക്കും. റോഡ്, റെയിൽവേ, കുടിവെള്ളം, ഊർജ്ജ പ്രസരണം, പെട്രോളിയം, പ്രകൃതിവാതകം, സോളാർ ഊർജ്ജം എന്നീ സുപ്രധാന മേഖലകളിൽ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തറക്കല്ലിടും. രാജസ്ഥാനിൽ 5,000 കോടിയിലധികം രൂപയുടെ ദേശീയപാത പദ്ധതികളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഡൽഹി മുംബൈ 8-വരി പാതയുടെ 3 പുതിയ സെക്ഷനുകൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. വന്യജീവികളുടെ തടസ്സമില്ലാത്ത സഞ്ചാരം സാധ്യമാക്കുന്ന അടിപ്പാതകളും മേൽപ്പാതകളും അടങ്ങുന്നതാണ് പുതിയ സെക്ഷനുകൾ. ദെബാരിയിലെ NH-48 ചിറ്റോർഗർ ഉദയ്പൂർ ഷാംലാജി സെക്ഷനുകളെ ബന്ധിപ്പിക്കുന്ന 6-വരി ഉദയ്പൂർ ബൈപ്പാസിന്റെ ഉദ്ഘാടനവും ശ്രീ മോദി നിർവഹിക്കും. രാജസ്ഥാനിലെ ജുൻജുനു, അബു റോഡ്, ടോങ്ക് ജില്ലകളിലെ അടിസ്ഥാന റോഡ് സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും വിവിധ പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിൽ 9,750 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും. ഹരിയാനയിലെ റെവാഡിയിൽ നടക്കുന്ന ചടങ്ങിൽ നഗരഗതാഗതം, ആരോഗ്യം, റെയിൽ, ടൂറിസം മേഖലകളുമായി ബന്ധപ്പെട്ട നിരവധി പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. ഏകദേശം 5,450 കോടി രൂപ ചെലവിൽ 28.5 കിലോമീറ്റർ നീളത്തിൽ നിർമ്മിക്കുന്ന ഗുരുഗ്രാം മെട്രോ റെയിൽ പദ്ധതിയാണ് ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കുന്ന പദ്ധതികളിൽ ഒന്ന്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിനും ഇന്ന് റെവാഡിയിൽ പ്രധാനമന്ത്രി തറക്കല്ലിടും. 240 കോടിയോളം രൂപ ചെലവിൽ കുരുക്ഷേത്രയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള പ്രദർശനങ്ങൾ ഉൾക്കൊള്ളുന്ന ജ്യോതിസർ അനുഭവ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. നിരവധി റെയിൽവേ പദ്ധതികളുടെ തറക്കല്ലിടലും സംസ്ഥാനത്തെ നിരവധി റെയിൽവേ ലൈനുകളുടെ ഇരട്ടിപ്പിക്കലും ഇന്ന് നടക്കും. രാജ്യത്തെ അടിസ്ഥാന ആരോഗ്യ സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് 7 ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വരും ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാർ രാജ്യത്തിന് സമർപ്പിക്കും. ഇന്ന് ഹരിയാനയിലെ റെവാഡിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എയിംസിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഈ മാസം 20-ന് ജമ്മുവിൽ എയിംസ് നാടിന് സമർപ്പിക്കും. തുടർന്ന് ഈ മാസം 25-ന് രാജ്കോട്ടിലും ബത്തിൻഡയിലും എയിംസ് നാടിന് സമർപ്പിക്കും. എയിംസ് കല്യാണി, എയിംസ് മംഗൾഗിരി, എയിംസ് റായ്ബറേലി എന്നിവയുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. 10,000 കോടി രൂപയിലധികമാണ് 7 എയിംസുകൾക്കായി സർക്കാരിന് ചിലവായത്. പ്രക്ഷോഭം നടത്തുന്ന കർഷക നേതാക്കളുമായി കേന്ദ്രം ഇന്നലെ രാത്രി ചണ്ഡീഗഡിൽ ചർച്ച നടത്തി. സർക്കാരും കർഷക സംഘടനകളും തമ്മിൽ വളരെ നല്ല ചർച്ചയാണ് നടന്നതെന്ന് യോഗത്തിന് ശേഷം കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രി അർജുൻ മുണ്ട പറഞ്ഞു. അടുത്ത യോഗം ഞായറാഴ്ച നടക്കും. വിളകൾക്ക് മിനിമം താങ്ങുവില ഉറപ്പു നൽകുന്ന നിയമം ഉൾപ്പെടെയുള്ള കർഷക സംഘടനകളുടെ ആവശ്യങ്ങൾ സംബന്ധിച്ച് യോഗത്തിൽ ചർച്ച നടന്നു. കൃഷിമന്ത്രി അർജുൻ മുണ്ട, വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ, ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് എന്നിവരാണ് കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ച് ചർച്ചയിൽ പങ്കെടുത്തത്. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാനും യോഗത്തിൽ പങ്കെടുത്തു. ഇരുവിഭാഗവും തമ്മിലുള്ള 3ാം ഘട്ട ചർച്ചയായിരുന്നു ഇത്. വികസിത രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ യുവജനങ്ങളെ പ്രാപ്തരാക്കണമെന്ന് കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ വ്യവസായ പങ്കാളിത്തത്തോടുകൂടി വികസിത ഭാരതം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. നൈപുണ്യ വികസനവും അതിന്റെ പോഷണവും ഇന്ത്യയുടെ ലക്ഷ്യമാണെന്ന് മന്ത്രി വ്യക്തമാക്കി. 2016 തുടക്കമിട്ട ഗവൺമെന്റ് ഇ മാർക്കറ്റ് പ്ലേസ് വഴി 1 ലക്ഷം കോടിയിലധികം രൂപയുടെ ഉത്പന്നങ്ങൾ വാങ്ങി പ്രതിരോധ മന്ത്രാലയം. നടപ്പ് സാമ്പത്തിക വർഷം മന്ത്രാലയം ഇതുവരെ 46,000 കോടി രൂപയുടെ ഓർഡർ ഗവൺമെന്റ് ഇ മാർക്കറ്റ് പ്ലേസ് വഴി നൽകിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച വിഷയത്തിൽ കേന്ദ്രവും കേരള സർക്കാരും തമ്മിൽ ഡൽഹിയിൽ നടത്തിയ ചർച്ചയിൽ തീരുമാനമായില്ല. ചർച്ചയിൽ പ്രതീക്ഷിച്ച ഫലം ഉണ്ടായില്ലെന്ന് സംസ്ഥാന ധനകാര്യമന്ത്രി KN ബാലഗോപാൽ ഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സുപ്രീം കോടതിയിൽ കേരളം നൽകിയ കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ പ്രയാസമാണെന്ന് കേന്ദ്രം അറിയിച്ചതായും ഉദ്യോഗസ്ഥതല ചർച്ച തുടരുമെന്നും മന്ത്രി അറിയിച്ചു. അഴിമതിയും സ്വജനപക്ഷപാതവും യുവമനസ്സുകളെ നിരാശരാക്കുമെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. ഒരു റിപ്പോർട്ട്. ഡൽഹി ഹിന്ദു കോളേജിന്റെ 125ാമത് സ്ഥാപക ദിനാഘോഷ ചടങ്ങിൽ സംസാരിക്കവെയാണ് ഉപരാഷ്ട്രപതി അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനുമെതിരെ ആഞ്ഞടിച്ചത്. അഴിമതിയും സ്വജനപക്ഷപാതവും യോഗ്യതയുള്ളവർ പിന്തള്ളപ്പെടാൻ ഇടയാക്കും. ഇത് യുവജനങ്ങളിൽ വഞ്ചിക്കപ്പെട്ടെന്ന തോന്നലുണ്ടാക്കുമെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരായിരിക്കണം. നിയമത്തെ എല്ലാവരും ബഹുമാനിക്കണം. പ്രത്യേകിച്ചും അധികാര സ്ഥാനങ്ങളിലുള്ളവർ നിയമത്തെ ബഹുമാനിച്ച് മാതൃക കാട്ടേണ്ടത് സുപ്രധാനമാണെന്നും ഉപരാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക് ആകാശവാണി. തൊഴിൽ രംഗത്തെ സ്ത്രീശക്തി പ്രധാനമാണെന്ന് കേന്ദ്ര ഊർജ്ജമന്ത്രി RK സിംഗ്. ഊർജ്ജ വ്യവസായത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സ്ത്രീകൾക്ക് കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ V-Power SAR 100 പരിശീലന പരമ്പരയിൽ പങ്കെടുത്ത സ്ത്രീകളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. വ്യവസായത്തെ കൂടുതൽ കരുത്തുറ്റതും നവീനവും സാമൂഹിക പ്രതിബദ്ധതയുള്ളതുമാക്കുന്നതിനുള്ള തന്ത്രപ്രധാനമായ ചുവടുവയ്പ്പാണ് ഊർജ്ജ മേഖല കൈക്കൊള്ളുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഉൽപ്പന്നങ്ങളുടെയും മറ്റു പ്രചാരണം ലക്ഷ്യമിട്ടുള്ള ഫോൺ കോളുകൾ നിയന്ത്രിക്കുന്നതിന് കരട് മാർഗനിർദ്ദേശ രൂപം നൽകാൻ സമിതിയെ നിയോഗിച്ച് കേന്ദ്രം. മൊബൈൽ ഫോൺ വ്യവസായ രംഗം, നിയന്ത്രണ സ്ഥാപനങ്ങൾ എന്നിവയിലെ അംഗങ്ങൾ ഉൾപ്പെടുന്നതാണ് സമിതി. ഇത്തരം ഫോൺ കോളുകൾ ഉപഭോക്താക്കളുടെ സ്വകാര്യതയും അവകാശങ്ങളും ലംഘിക്കുന്നുവെന്ന് ഉപഭോക്തൃ മന്ത്രാലയം വിളിച്ചു ചേർത്ത യോഗത്തിൽ അഭിപ്രായമുയർന്നു. പശ്ചിമ ബംഗാളിലെ സന്ദേശ് ഖലിയിൽ നടന്ന ആക്രമണങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയും RSSനെയും കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രി മമതാ ബാനർജി. നിയമസഭയിൽ ധനബില്ലിന്റെ ചർച്ചയിലാണ് ശ്രീമതി മമതാ ബാനർജിയുടെ കുറ്റപ്പെടുത്തൽ. പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി BJP MLAമാരുമായി സന്ദേശ് ഖലി സന്ദർശിക്കാൻ പോയെങ്കിലും പോലീസ് അനുവദിച്ചില്ല. തൃണമൂൽ കോൺഗ്രസാണ് സന്ദേശ് ഖലിയിൽ സ്ത്രീകൾക്ക് നേരെ നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട് BJP കുറ്റപ്പെടുത്തി. സിക്കിം സർക്കാരും ലോകബാങ്കും തമ്മിലുള്ള സഹകരണത്തിൽ സിക്കിം ഇൻസ്പയർസ് എന്ന പദ്ധതിക്ക് സിക്കിം മുഖ്യമന്ത്രി പ്രേംസിംഗ് തമാങ് തുടക്കമിട്ടു. പരിശീലനത്തിലൂടെയും തൊഴിൽ സംരംഭങ്ങളിലൂടെയും സ്ത്രീകൾക്കും യുവജനങ്ങൾക്കും മികച്ച സാമ്പത്തിക അവസരങ്ങൾ പ്രദാനം ചെയ്യുക എന്നതാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. സംസ്ഥാന സർക്കാരും ലോകബാങ്കും തമ്മിലുള്ള ആദ്യ നേരിട്ടുള്ള പങ്കാളിത്തമാണിത്. മാനസികാരോഗ്യ ബോധവൽക്കരണത്തിനായുള്ള മൊബൈൽ ആപ്പും സിക്കിം മുഖ്യമന്ത്രി ചടങ്ങിൽ പുറത്തിറക്കി. ഇന്ത്യയുടെയും നേപ്പാളിന്റെയും ഫാസ്റ്റ് പേയ്മെന്റ് സംവിധാനങ്ങൾ സംയോജിപ്പിക്കുന്നതിനായി റിസർവ് ബാങ്കും നേപ്പാൾ രാഷ്ട്ര ബാങ്കും കരാറിൽ ഒപ്പുവച്ചു. അതിർത്തി കടന്നുള്ള പണമയക്കൽ സുഗമമാക്കുകയും ചിലവ് കുറഞ്ഞ രീതിയിൽ ഫണ്ട് കൈമാറ്റം നടത്താൻ ഉപയോക്താക്കളെ പ്രാപ്തരാക്കുകയുമാണ് സംയോജനത്തിന്റെ ലക്ഷ്യം. ഇതുവഴി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധങ്ങൾ ശക്തമാകുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. വംശീയമോ മറ്റേതെങ്കിലും ഘടകങ്ങളെയോ അടിസ്ഥാനമാക്കിയുള്ള ആക്രമണങ്ങളോട് സഹിഷ്ണുത കാട്ടില്ലെന്ന് അമേരിക്കയിലെ സുരക്ഷാ കൌൺസിലിലെ സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ കോർഡിനേറ്റർ ജോൺ കിർബി. അടുത്തിടെ US-ൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ഇംഗ്ലണ്ടിനെതിരെ രാജ്കോട്ടിൽ നടക്കുന്ന 3ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2ാം ദിനം 5 വിക്കറ്റിന് 326 റൺസ് എന്ന നിലയിൽ ഇന്ത്യ ഇന്ന് പുനരാരംഭിക്കും. ഇന്ത്യയ്ക്ക് വേണ്ടി രോഹിത് ശർമ്മ 131 റൺസും രവീന്ദ്ര ജഡേജ 110 റൺസും എടുത്തു. ഒഡീഷയിലെ ഭുവനേശ്വറിൽ നടന്ന പുരുഷ ഹോക്കി പ്രോ ലീഗിൽ ഇന്ത്യ 4-6 എന്ന സ്കോറിന് ഓസ്ട്രേലിയയോട് പരാജയപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനിൽ 17,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ രാജ്യത്തിന് സമർപ്പിക്കും. ഹരിയാനയിൽ 9,750 കോടിയുടെ പദ്ധതികളും ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ അടിസ്ഥാന ആരോഗ്യ സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് 7 എയിംസുകൾ വരും ദിവസങ്ങളിൽ കേന്ദ്രം രാജ്യത്തിന് സമർപ്പിക്കും. കർഷക സംഘടനകളുമായി നടന്ന ചർച്ചയിൽ പുരോഗതിയുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. അടുത്ത വട്ടം ചർച്ച ഞായറാഴ്ച. കടമെടുപ്പ് പരിധി സംബന്ധിച്ച് ധനമന്ത്രാലയവുമായി നടന്ന ചർച്ചയിൽ പ്രതീക്ഷിച്ച ഫലം ഉണ്ടായില്ലെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. രാജ്കോട്ട് ടെസ്റ്റിൽ 2ാം ദിനം 5 വിക്കറ്റിന് 326 റൺസ് എന്ന നിലയിൽ ഇന്ത്യ ഇന്ന് ബാറ്റിംഗ് പുനരാരംഭിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.